ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞു പോയ കാലത്തെ ചില ഓർമ്മകൾ, ചില കൈപ്പേറിയ അനുഭവങ്ങൾ, വേദനിപ്പിച്ച കുറെ മനുഷ്യർ, അതുമല്ലെങ്കിൽ എത്ര മറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും വിട്ടുപോകാത്ത കുറെ സങ്കടങ്ങൾ, ഇതൊക്കെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ പോലും ആ പേടി നിങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടോ? എങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കുറച്ച് മിനിറ്റുകൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കൂ. ആ ഭാരം എങ്ങനെ ഇറക്കാമെന്ന് നമുക്ക് നോക്കാം. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. പക്ഷെ ചില കേസുകളിലെങ്കിലും ചില ആളുകളിലെങ്കിലും ആ മുറിവുകളുടെ അവശേഷിപ്പുകൾ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കാറുണ്ട്, അവശേഷിക്കാറുണ്ട്. കാരണം ഈ ട്രോമ എന്ന് പറയുന്നത് ഒരിക്കലും കഴിഞ്ഞു പോയ സംഭവങ്ങളല്ല, മറിച്ച് മനുഷ്യരിൽ ഉണ്ടാക്കിയ മുറിവുകളാണ്. ചില കേസുകളിലെങ്കിലും ചിലപ്പോഴെങ്കിലും രണ്ടാമതൊരാൾക്ക് മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയാത്ത ആഴത്തിലായിരിക്കും ആ മുറിവുകൾ. അത് നമുക്കല്ലാണ്ട് മറ്റൊരാൾക്കും മനസ്സിലാവത്തുമില്ല. അത് നമ്മളെ തന്നെ മാറ്റിയിട്ടുണ്ടായിരിക്കാം, നമ്മുടെ ചിന്താഗതികളെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. എന്നെ കൊണ്ട് അതിന് കഴിയില്ല, അല്ലെങ്കിൽ ആരെ വിശ്വസിക്കാൻ കൊള്ളില്ല, അങ്ങനത്തെ കുറെ ലിമിറ്റിംഗ് ബിലീഫ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതൊരിക്കലും നമ്മുടെ കുറ്റമല്ല. പക്ഷേ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് തന്നെ കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ ട്രോമാസിലൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ വിഷമിക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരാളാണ്. അതിനുശേഷം ഞാൻ വിചാരിച്ചിരുന്നു, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചില്ല, അങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ തെറ്റുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കാലത്തിൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ അവിടെ കൊടുത്തു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെ കേസിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് പറ്റുന്നതിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആ ഓരോ ഘട്ടത്തിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ പഴയ നിങ്ങളോട് പറയാം, ഒരു തെറ്റും നിങ്ങളുടെ ഭാഗത്തില്ല. അത് തന്നെയാണ് ഹീലിങ്ങിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യകാലത്ത് ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. കാരണം ഇത്ര അധികം എന്നെ വേദനിപ്പിച്ച് എന്നെ ഇല്ലാതാക്കിയ മനുഷ്യരോട്, സന്ദർഭത്തിനോടൊക്കെ എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയുമെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അവർക്ക് വേണ്ടിയിട്ടേ അല്ല, നമുക്ക് വേണ്ടി മാത്രമാണ്. ബിക്കോസ് ഈ ദേഷ്യവും പകയും ഈ ആവശ്യമില്ലാത്ത വികാരങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മളൊരു കരിക്കട്ട കയ്യിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കരിക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് തുല്യമാണ് ഇത് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത്. അതായത് എന്ത് ബലം, നമ്മുടെ കൈ പൊള്ളുക എന്നല്ലാണ്ട് അതിനകത്ത് ഒരു ബലവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭാരം ഇറക്കി വെക്കാൻ ഫസ്റ്റ് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ്. അവരെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് അങ്ങ് വിട്ട് കളഞ്ഞേരെ. ഇനി നമ്മൾ നോക്കേണ്ടത് മുന്നോട്ടാണ്. നമ്മൾ കഴിഞ്ഞ കാലം ചിലപ്പോൾ ഒരു വിക്ടിം മോഡിൽ ആക്കിയിരുന്നിരിക്കാം, പക്ഷെ ഇനി അങ്ങോട്ട് സർവൈവറാണ്. അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ സന്തോഷം നമ്മൾ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കാണ്ട് നമ്മളെ തന്നെ മുന്നോട്ട് നയിക്കാൻ പഠിക്കണം. അതിന് ഫസ്റ്റ് വേണ്ടത് തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് ആത്മവിശ്വാസം എവിടെ നിന്നൊക്കെയോ ലഭിക്കുന്നത് പോലെ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ബഹുമാനിക്കുന്ന ആളുകൾക്കായിട്ട് നമ്മുടെ ജീവിതം അങ്ങ് തുറന്നു കൊടുത്തേക്കുക. ഈ യാത്ര അല്ലെങ്കിൽ ഈ ഫേസ് വളരെ ഡീപ്പായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് 100% പറയാൻ പറ്റും. 100% എന്നൊന്നും പറയുന്നില്ല, ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ചിലപ്പോൾ ഈ യാത്ര ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ ട്രോമ ഓവർകം ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആ സിറ്റുവേഷൻ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തു, നമ്മൾ ഓവർകം ചെയ്തു. നമ്മളിത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് എത്തി. അപ്പോൾ അതിൻ്റെ ഓർമ്മകളെ നമുക്ക്, അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളെയും ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ ഒരു സപ്പോർട്ടോ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.